എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്ന സൂഹയോട് ജിഹക്ക് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജിഹക്ക് വീട്ടിലേക്ക് വരുന്നു. അവൻ സൂഹയെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട്. സൂഹയും വീട്ടിലേക്ക് വരുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കിടക്കുമ്പോൾ ജിഹക്ക് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത സ്ഥിതിക്ക് നീ എപ്പോഴാ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നാളെ പോകുമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടവൾ സാഡ് ആകുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ എല്ലാവരും അവരുടെ സാധനങ്ങളായിട്ട് കമ്പനി കൊടുത്ത അക്കോമഡേഷനിലേക്ക് വരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് മാനേജർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അൺപാക്ക് ചെയ്ത് 30 മിനിറ്റ്സിനുള്ളിൽ സ്റ്റുഡിയോയിലിട്ട് വരണമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഐക്യാൻഡി മെമ്പേഴ്സ് ആരും മാനേജർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവർ പതുക്കെ റൂമുകളിലേക്ക് വരുന്നു. ഹാജിനും ക്യൂജങ്ങും ഫസ്റ്റ് റൂം എടുക്കുമ്പോൾ ബാക്കി മെമ്പേഴ്സ് നെക്സ്റ്റ് റൂമിലേക്ക് വരുന്നുണ്ട്. റൂംസ് കണ്ട ഒരു ഡോം പോലെയാണ്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചത്, പക്ഷേ അതുപോലൊന്നും അല്ല ഇവിടെയെന്ന് അവർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സിനോട് മാനേജർ സംസാരിക്കുന്നു. സ്കൂള് വിട്ടാൽ ഡയറക്റ്റ് ഇവിടേക്ക് വരണമെന്നും പറഞ്ഞ് അവർക്ക് ഷെഡ്യൂൾ കൊടുക്കുന്നുണ്ട്. റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് മാനേജർ അവിടുന്ന് പോകുന്നു. ഐക്യാൻഡി മെമ്പേഴ്സ് സ്റ്റുഡിയോയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നോക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സിനെല്ലാം ഷൂട്ട് ചെയ്യാണ്. ജങ്തു ആകട്ടെ എത്ര പറഞ്ഞിട്ടും ചിരിക്കുന്നില്ല. നെക്സ്റ്റ് മോർണിംഗിൽ ഐക്യാൻഡി മെമ്പേഴ്സിനെല്ലാം നേരത്തെ എണീക്കേണ്ടി വരുന്നു. നിങ്ങൾ നേരത്തെ സ്കൂളിലേക്ക് പോകണമെന്നും ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്നും മാനേജർ അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഐക്യാൻഡി ഇപ്പോഴും ആ കെയർലെസ് ആറ്റിറ്റ്യൂഡിൽ അവിടെ ഇരിക്കുകയാണ്. ജിഹക്കിന് സൂഹയെ കാണണം, അതുകൊണ്ട് ഫ്രണ്ട്സിനോട് നമുക്ക് റെഡിയായി വേഗം സ്കൂളിലേക്ക് പോകാമെന്ന് പറയുന്നു. നിനക്ക് പെട്ടെന്ന് ഇതെന്തു പറ്റിയെന്ന് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്റ്റുഡൻസ് ആണ്, സോ സ്കൂളിൽ പോകേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അവൻ ഫ്രണ്ട്സിനോട് റെഡിയാകാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും സ്കൂളിലിരിക്കുകയാണ്. ജിഹക്ക് തൻ്റെ കാല് ഡെസ്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അവൻ്റെ ഷൂസ് കണ്ട് ഹാജിൻ അവനോട്, നിന്റെ ഷൂസ് എന്തുമാത്രം കീറി പറഞ്ഞിരിക്കുക, നിന്റെ സാലറി കൊണ്ട് നീ ഇതെന്താ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഹാജിൻ അവൻ്റെ പുതിയ ഷൂസ് ജിഹക്കിനെ കാണിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സൂഹ ശ്രദ്ധിക്കുന്നുണ്ട്. ജിഹക്ക് ആക്ഷൻ വഴി സൂഹയെ വെളിയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. സൂഹയും അവൻ്റെ പിറകെ പോകുന്നു. ഇതെല്ലാം സിയോജിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജിഹക്ക് സൂഹയോട്, നീ ഓക്കെ ആണോ, എന്തു വന്നാലും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. നീ എന്നെക്കുറിച്ച് വറി ചെയ്യണ്ട, ഞാൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നു. അവർ കുറച്ചേരം സംസാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നീ എന്നെ കോൾ ചെയ്യണമെന്നും എന്നെ മിസ് ചെയ്യുകയാണെങ്കിലും നീ എന്നെ കോൾ ചെയ്യണമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഏറിൻ സിയോജിനെ മീറ്റ് ചെയ്യുന്നു. സിയോജിൻ ഇപ്പോൾ ഒഫീഷ്യലി ഒരു സോങ് റൈറ്ററാണ്. ഐക്യാൻഡി പഠിക്കുന്ന സ്കൂളിലാണോ നീ പഠിക്കുന്നതെന്ന് ഏറിൻ സിയോജിനോട് ചോദിക്കുന്നുണ്ട്. അതെ, നീ എന്താ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ ഏറിൻ ഐക്യാൻഡിയുടെ ഫാനാണെന്ന് ഹാരി പറയുന്നു. പക്ഷെ നിന്നെ കണ്ടിട്ട് ഐക്യാൻഡി മെമ്പേഴ്സുമായി നീ ക്ലോസ് അല്ലെന്ന് തോന്നുന്നു ഏറിൻ പറയുന്നു. സിയോജിൻ ഒരു മറുപടിയും പറയുന്നില്ല. ഹാരി പെട്ടെന്ന് സബ്ജക്റ്റ് മാറ്റി സോങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഹാരിക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഐക്യാൻഡിയുടെ മാനേജർ റിസൈൻ ചെയ്തു എന്ന്. അവരെ മാനേജ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് മറ്റൊരാളെ കണ്ടെത്താൻ ഹാരി പറയുന്നു. നെക്സ്റ്റ് സീനിൽ പുതിയ മാനേജർ ഐക്യാൻഡി മെമ്പേഴ്സിനോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഫ്രീ ടൈം ഇല്ലെന്നും ഫോൺ യൂസ് ചെയ്യരുതെന്നും മാനേജർ പറയുന്നുണ്ട്. ജിഹക്കിന് അപ്പോൾ കോള് വരുന്നു. അവൻ സംസാരിക്കുന്നുണ്ട്. പുതിയ മാനേജർ റൂൾസ് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണമെന്നും മാനേജർ പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കേൾക്കാം, പക്ഷേ വിയേർഡായിട്ടൊന്നും ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കരുതെന്ന് ജിഹക്ക് പറയുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത് മാനേജർ ചോദിക്കുമ്പോൾ ഡാൻസിങ്ങും ആക്ടിങ്ങും ആണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവനെ കളിയാക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയാകുകയാണ്. ജിഹക്കിൻ്റെ ഹെയർ സ്റ്റൈലിൽ കണ്ട് ഹ്യൂൻസോ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ജങ്തോയുടെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും കട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മേക്കപ്പ് എല്ലാം ഇടുന്നു. ഹാജിൻ ഇവിടെയും ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട്. അതിനുശേഷം എല്ലാവരും ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ സൂഹ ഫ്രണ്ടിൻ്റെ കൂടെ സ്കൂളിൽ നിൽക്കുകയാണ്. ഐക്യാൻഡി ഇപ്പോൾ ട്രെയിനിങ്ങിലാണെന്നും അവർ ഏറ്റവും ബെസ്റ്റ് ആണെന്നും വളരെ ഡിഫറെൻ്റ് ആണെന്നെല്ലാം ഫ്രണ്ട് പറയുന്നു. അപ്പോൾ സിയോജിൻ അവിടേക്ക് നടന്നു വരുന്നു. സൂഹ അവനെ നോക്കി ഹായ് പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും
സിയോജിനാകട്ടെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ട് ഫ്രണ്ട് നിങ്ങൾ എന്താ ഫൈറ്റ് ചെയ്തെന്ന് ചോദിക്കുന്നു. സിയോജിൻ നിനക്ക് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഫ്രണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. സൂഹ സാഡായി അവനെ നോക്കുന്നു. ഇവിടെ സിയോജിൻ മ്യൂസിക് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ പ്യൂഞ്ചോയും ഫ്രണ്ടും അവിടേക്ക് വരുന്നു. ബിസി സോങ് റൈറ്റർ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിനക്കറിയില്ലേ, ഈ റൂം ബാൻഡ് മെമ്പേഴ്സിനുള്ളയാണ്. നീ ഇപ്പോൾ ഞങ്ങളുടെ ബാൻഡിലെ മെമ്പർ അല്ല, അതുകൊണ്ട് കീ തന്നിട്ട് പോകാൻ അവർ പറയുന്നു. അവൻ കീ കൊടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്യൂഞ്ചോ അപ്പോൾ ദേഷ്യത്തിൽ, ഈ ബാൻഡിൽ ഞാൻ പ്ലേ ചെയ്യാൻ കാരണം നീ ഉണ്ടായതുകൊണ്ടാണ്. നീ എന്താ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് ആ നല്ല ടൈംസ് എല്ലാം നീ മറന്നോന്നും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുകയായിരുന്നു എന്ന് സിയോജിൻ പറയുന്നുണ്ട്. നിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള ഒറിജിനൽ റീസൺ എന്താണെന്ന് പ്യൂഞ്ചോ ദേഷ്യത്തിൽ ചോദിക്കുന്നു. ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു, ഞാനിപ്പോൾ അതിന് ശ്രമിക്കുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സിയോജിൻ കമ്പനിയിലേക്ക് വരുന്നു. ജിഹക്കിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്തുമാത്രം ബെറ്റർ ആണെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു പറയുന്നുണ്ട്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഈ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയല്ലെന്ന് പറഞ്ഞ് ജിഹക്ക് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഞാൻ കേട്ടത് നീ ഇപ്പോൾ കമ്പനി ട്രെയിനിങ്ങിലാണെന്നാണ്. അവിടെ സൂഹ ഒറ്റയ്ക്കാണ്. നിനക്ക് തോന്നുന്നുണ്ടോ അവസാനം വരെ നിനക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് സിയോജിൻ ചോദിക്കുന്നു. ഇത് കേട്ട് ജിഹക്ക് ദേഷ്യത്തിൽ നിന്റെ കാര്യം നീ നോക്കാൻ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൺസ് റെക്കോർഡ് ചെയ്യാണ്. അവൻ്റെ സൗണ്ട് കേട്ട് ഇവൻ ഇപ്പോഴും ജിഹക്കിൻ്റെ ഷാഡോ നിൽക്കാണ്. പക്ഷെ എന്നാലും ഇവൻ്റെ സൗണ്ട് ഒരുപാട് സ്ട്രോങ് ആണെന്ന് ഹാരി പറയുന്നു. എന്നിട്ട് ഹ്യൂൺസിയോട് വരാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്കൊരു കോൾ വരുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നുണ്ട്. ഹ്യൂൺസ് വെളിയിലേക്ക് വരുമ്പോൾ സിയോജിൻ അവനോട് ഈ പാട്ട് പാടിയിട്ട് നിനക്ക് എന്ത് തോന്നും ചോദിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ എന്തിനാ നിന്നോട് പറയുന്ന ഹ്യൂൺസ് ചോദിക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ സോങ്ങിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ആ സോങ് എന്തായാലും ഹിറ്റാകുമെന്ന് സിയോജിൻ പറയുന്നു. നിന്റെ ഹെൽപ്പ് ഇല്ലാതെയും സോങ് ഹിറ്റാകും, ഞാൻ നിനക്കത് ഫ്യൂച്ചറിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനോടൊന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഓക്യൂൺ എല്ലാവർക്കുമുള്ള ഫുഡുമായി അവരുടെ അക്കോമഡേഷനിലേക്ക് വരുന്നു. ജിഹക്ക് എവിടെയും ചോദിക്കുന്നുണ്ട്. ജിഹക്ക് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അതേസമയം ഇവിടെ ജിഹക്ക് സൂഹയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ വരുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നു. എൻ്റെ റൂമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മറന്നു വെച്ചു, അതെടുക്കാൻ വന്നെയാണെന്ന് അവൻ പറയുന്നുണ്ട്. ശരി, നീ എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് അവൾ ഉടനെ പോകാൻ തുടങ്ങുന്നു. അവൻ അവളെ ബ്ലോക്ക് ചെയ്ത് തനിക്ക് വിശക്കെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ അവരൊരുമിച്ച് നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. സൂഹ പോയി ജിഹക്കിൻ്റെ ചെരുപ്പിൻ്റെ അളവെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ഓണർ അവിടേക്ക് വരുന്നു. ഇന്ന് കുറച്ച് ഗുണ്ടകൾ വന്ന് എന്നോട് നീ തന്നെ ഡെപ്പോസിറ്റ് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല, പക്ഷെ നെക്സ്റ്റ് ടൈം അവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് ആ ഓണർ പറയുന്നുണ്ട്. ഇതെല്ലാം ജിഹദും കേൾക്കുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. എല്ലാവരും ഓക്കെ ആണെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവർ കുറച്ചേരം സംസാരിക്കുന്നു. താൻ ലേറ്റ് ആകാണെന്ന് പറഞ്ഞ് ജിഹക്ക് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഏറൻ റെക്കോർഡ് ചെയ്യാണ്. പക്ഷേ സിയോജിൻ ഓരോ മിസ്റ്റേക്ക് കണ്ടെത്തി അവളെ കൊണ്ട് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യിക്കുന്നു. കാരണം അവൾ ഐക്യാനിയുടെ ഫാനാണല്ലോ. ഏറൻ ഈ പാട്ട് പാടുന്നത് ഹ്യൂൺസിനെ നോക്കിയാണ്. റെക്കോർഡിങ്ങിന് ശേഷം ഹ്യൂൺസിനെ നോക്കിയിട്ട് ഏറൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് ഐക്യാനിയുടെ റെക്കോർഡിംഗ് ആയിരുന്നു. അവർ ലേറ്റായിട്ടാണ് വരുന്നത്. സോ പ്രൊഡ്യൂസർ അവിടെ വഴക്ക് പറയുന്നുണ്ട്. അവർ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കേട്ട് പ്രൊഡ്യൂസർ ഈ സോങ് ആരാണ് എഴുതിയത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ സോങ് റൈറ്റർ ആണെന്ന് അയാൾ ചോദിക്കുന്നു. എന്തു പറ്റിയെന്ന് ജിഹക്ക് ചോദിക്കുമ്പോൾ കോഡ് ശരിയല്ല, ചേഞ്ച് ചെയ്യാൻ അയാൾ പറയുന്നു. പക്ഷെ ജിഹക്ക് സമ്മതിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഈ പാട്ട് ഹിറ്റാകുമെന്ന് അയാൾ ചോദിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ സോങ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇത് ഐക്യാനയുടെ മ്യൂസിക് ആണെന്നും അവൻ പറയുന്നു. പക്ഷെ പ്രൊഡ്യൂസർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ സോങ്ങിന് എന്താ കുഴപ്പമെന്ന് ഹ്യൂൺസ് ചോദിക്കുന്നു. ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ സൂഹ ജിഹക്കിന് വേണ്ടി ഷൂസ് നോക്കുകയാണ്. അതേസമയം ഐക്യാൻഡി മെമ്പേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ജിഹക്ക് നമ്മുടെ ലീഡറാണ്, എല്ലാ കാര്യങ്ങളും അവൻ സോൾവ് ചെയ്യുമെന്ന് ഫ്രണ്ട്സ് പറയുന്നു. ജിഹക്കും ബ്യൂൺഹിയെ കുറിച്ചും മറ്റുമെല്ലാം ആലോചിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് ജങ്തയോട് ചോദിക്കുന്നു. നീയും ബ്യൂൺഹിയും സോങ് റൈറ്റേഴ്സ് ആയിരുന്നു, സോ എന്തു വേണമെന്ന് നീ ആലോചിച്ച് തീരുമാനിക്കാൻ പറയുന്നു.
ഇവിടെ സൂഹ ജിഹക്കിന് വേണ്ടി വാങ്ങിയ ഷൂസ് ഡിസൈൻ ചെയ്യാണ്. നെക്സ്റ്റ് സീനിൽ ജിഹക്ക് ഹാരിയെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വരുന്നു. എത്രയും പെട്ടെന്ന് റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നും നമുക്ക് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നും ഹാരി പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം ഓർക്കണമെന്നും പറഞ്ഞ് ഒരു പേപ്പർ അവന് കൊടുക്കുന്നു. ജിഹക്ക് സോങ് റൈറ്റിങ്ങിനെ കുറിച്ച് ഹാരിയോട് പറയുന്നു. തൻ്റെ ഫ്രണ്ട്സുമായി ഒരുമിച്ച് എൻജോയ് ചെയ്ത് സോങ് ഉണ്ടാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നീ എന്തിനാ നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്യുന്നതെന്ന് ഹാരി ചോദിക്കുന്നു. തൻ്റെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ താനില്ലെന്ന് അവൻ പറയുന്നു. ലാസ്റ്റ് ഹാരി സമ്മതിക്കുന്നുണ്ട്. ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം റെക്കോർഡിംഗ് റൂമിലിരിക്കുകയാണ്. ബ്യൂൺഹിയുടെ സോങ് എന്താകുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയക്കും പ്രൊഡ്യൂസറും അവിടേക്ക് വരുന്നു. പ്രൊഡ്യൂസർ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ റോക്കിം അവിടേക്ക് വരുന്നു. നിങ്ങളുടെ സോങ് എങ്ങനെയാണോ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അയാൾ അവരോട് പറയുന്നുണ്ട്. റോക്കിം എന്ന് പറയുന്നത് മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഒരു ഫേമസ് പേഴ്സൺ ആണ്. തങ്ങളുടെ ആ ചെറിയ റൂമിൽ അന്ന് കണ്ടത് റോക്കിമിനെയാണെന്ന് ഐ ക്യാൻഡി മെമ്പേഴ്സിന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാവരും അവരുടെ സോങ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ്ങിന് ശേഷം നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് റോക്കിം അവരോട് ചോദിക്കുന്നു. എന്നിട്ട് ആറ്റിറ്റ്യൂഡിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഐ ക്യാൻഡി മെമ്പേഴ്സിന് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും ബ്യൂൺഹിയുടെ സോങ് റെക്കോർഡ് ചെയ്തതിൽ അവരെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡിയുടെ സോങ് റിലീസാകുന്നു. എല്ലാ സ്റ്റുഡൻസും ആ സോങ് കേൾക്കുന്നുണ്ട്. സൂഹ ജിഹക്കിന്റെ ഡെസ്കിലേക്ക് നോക്കുന്നു. അവൾ അവനെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജൂങ്മാരോ അവളുടെ സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഐ ക്യാൻഡിയുടെ സോങ് ആണ്. പ്യൂഞ്ചു ആകട്ടെ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജോലി നഷ്ടപ്പെട്ട ടീച്ചർ കഫേയിൽ ഇരിക്കുകയാണ്. അപ്പോൾ മകളെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുന്നു. താൻ പെട്ടെന്ന് വരാമെന്ന് ടീച്ചർ പറയുന്നുണ്ട്. ടീച്ചർ അപ്പോൾ ഐ ക്യാൻഡിയുടെ സോങ് കാണുന്നു. തൻ്റെ സ്റ്റുഡൻസിൻ്റെ ഈ അച്ചീവ്മെൻ്റ് കണ്ട് ടീച്ചർ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ സൂഹയും ഫ്രണ്ടും കഫേയിലിരിക്കുമ്പോൾ അവിടെയും ഐ ക്യാൻഡിയുടെ സോങ്ങാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത സീറ്റിലുണ്ടായിരുന്ന ഗേൾസ് ജിഹക്ക് എൻ്റെ ആണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഓക്യൂനും ഫ്രണ്ടും നടന്നു വരികയാണ്. പണ്ട് ഐ ക്യാൻഡിയുടെ പേരിൽ അവർ ഫൈറ്റ് ഉണ്ടാക്കിയ ആ ഗേൾസിൻ്റെ ഗുണ്ടാ ഗ്രൂപ്പ് അവിടേക്ക് വരുന്നു. നെക്സ്റ്റ് കാണിക്കുന്നത് ഐ ക്യാൻഡി മെമ്പേഴ്സ് ഇരിക്കുമ്പോൾ അവർക്ക് ഓക്യൂൻ്റെ കോൾ വരുന്നു. അവൾ കോളിൽ പറയുന്ന കേട്ട് അവരെല്ലാവരും അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ ജിഹക്ക് സൂഹയ്ക്ക് വേണ്ടി ഫുഡ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവനും കോള് വരുന്നു. കോളിൽ പറയുന്ന കേട്ട് അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോകുന്നു. പക്ഷേ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാണ് അവൻ പോകുന്നത്. സൂഹ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം വെളിയിൽ വെച്ചിരിക്കുന്ന കാണുന്നു. എങ്ങോട്ട് പോകണം എന്നറിയാതെ സൂഹ ആകെ സാഡായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഓക്യൂനെ ആ ഗേൾസും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ബോയ്സും ബുള്ളി ചെയ്യാണ്. ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം അവിടേക്ക് വരുന്നു. എന്നിട്ട് ബോയ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അവിടുന്ന് ഓടിപ്പോകുന്നു. ഓക്യൂനാകട്ടെ ജിയക്കിനെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നുണ്ട്. അവരെല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ പോലീസ് അവിടേക്ക് വരുന്നു. ശബ്ദം കേട്ട് ഐ ക്യാൻഡി മെമ്പേഴ്സ് എല്ലാം ഷോക്കാകുന്നു.